നിലവിൽ ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് ഇല്ലാതായാൽ അതിന് ഗുണഭോക്താക്കൾ BJP ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ BJP ഒരു മുഖ്യ പ്രതിപക്ഷമായി മാറിയാൽ സമാനമായി പറഞ്ഞതുപോലെ ഭൂരിപക്ഷ വർഗീയതയുടെ അതേ കോയിന്റെ മറുവശമാണ് SDP എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്കും ഇത്തരത്തിൽ, അതായത് കോൺഗ്രസ് ഇല്ലാത്ത കേരളത്തിൽ ഈ കണ്ട SDP ആയിരിക്കും നമ്മൾ കാണുക. അതിലും ശക്തിയായ ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ സ്വരമായി മാറാനൊക്കെ ശ്രമിക്കുന്ന ഒരു SDP ആയിരിക്കും കാണുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇല്ലാതാകും എന്നുള്ളത് കൊണ്ട് ന്യൂനപക്ഷ വർഗീയതയിൽ നിന്ന് മെച്ചമുണ്ടാക്കാൻ പോകുന്ന ഒരു സംഘടന കൂടി ആയിരിക്കും SDP. ഞാൻ പറഞ്ഞ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സുഹൈൽ, ഒന്നാമത്തെ കാര്യം, കേരളത്തിനകത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ വർഗീയ സ്വഭാവമുള്ള രാഷ്ട്രീയ കക്ഷികൾ അവരുടെ പുറമേക്കുള്ള രൂപം എന്താണെങ്കിലും, അവർ അണിയുന്ന പരിവേഷം എന്താണെങ്കിലും അത് തള്ളിപ്പറയേണ്ടതും മാറ്റി നിർത്തേണ്ടതുമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ SDP പോലെയുള്ള അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി പോലെയുള്ള സംഘടനകൾ അവർ കൂടുതൽ വിസിബിലിറ്റി കിട്ടാനും കൂടുതൽ സ്വീകാര്യത കിട്ടാനും, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടാനുമാണ് അവർ ഈ നടത്തുന്ന ശ്രമങ്ങളൊക്കെ എങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം ഇപ്പോൾ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾക്കുണ്ട്, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, CPIM-നുണ്ട്, കോൺഗ്രസിനുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ വോട്ടിന്റെ ബലം, അല്ലെങ്കിൽ ഇവർ വോട്ട് ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന ആ ഗുണത്തെ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള മത്സരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ SDP-യുമായി ഒരു നീക്കുപോക്ക് കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവമുള്ള CPM പോലെ ഒരു ഇടത് കക്ഷി സ്വീകരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. എങ്ങനെയാണെന്നെങ്കിൽ വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണച്ചതിനെ അല്ലെങ്കിൽ വർഗീയ പാർട്ടിയുടെ പിന്തുണയായി അവർ ചിത്രീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വലിയ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നില്ല. ഇവിടെ മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ SDP-യുമായി നീക്കുപോക്കുണ്ടായി എന്ന ആരോപണവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇതുപോലെയുള്ള വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട് അത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായാലും ശരി, അതല്ല ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ധാരണയോ സഖ്യമോ എന്ന നിലയിൽ ആണെങ്കിലും ശരി, ഞങ്ങൾക്കത് ആവശ്യമില്ല എന്ന ആർജവത്തോടുകൂടി പരസ്യമായി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ ഈ അധ്യായം. പക്ഷെ അത് തുറന്നു പറയാതെ അതിനെ വളരെ സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് അത് ഇടതുപക്ഷത്തെ മാത്രമല്ല, ആ പരാതിയും ആ ആക്ഷേപവും വെൽഫെയർ പാർട്ടിയെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് UDF-ന് ബാധകമാണ്. പിന്നെ ഇതുപോലെയുള്ള മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ അവർ പുറമേക്ക് പറയുന്നത് അവർ RSS വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാണെങ്കിൽ അവരെ സ്വീകരിക്കണമോ വേണ്ടയോ, അവരെ കൊള്ളണമോ തള്ളണമോ എന്ന് തീരുമാനിക്കാൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ശക്തമായ രാഷ്ട്രീയ വേരോട്ടമുള്ള മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾക്ക് വളരെ ആർജവത്തോടുകൂടി ഒരു നിലപാട് സ്വീകരിക്കാം. അവർ പോലും സോഫ്റ്റ് ആയിട്ടാണ് പല കാര്യങ്ങളിൽ ഇടപെടുന്നത്, ആക്ഷേപം അവർ നേരിടുന്നത്. ഇനി SDP ആയാലും വെൽഫെയർ പാർട്ടി ആണെങ്കിൽ അവർ പ്രവർത്തിക്കേണ്ടത് കേരളത്തിന്റെ ജനാധിപത്യ പരിസരത്തിലാണ്, അവിടെ നിന്നുകൊണ്ടാണ് അവർക്ക് പ്രവർത്തിക്കേണ്ടത്. അവിടെയാണ് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത്, അവരുടെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊരു ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന്. ആ സ്റ്റാൻഡ് ക്ലിയർ ആണ്. അതേസമയം അത് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം അവർക്കുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് V ശിവൻകുട്ടിക്ക് പറയേണ്ടി വരുന്നത് ഏത് വോട്ടും ഞങ്ങൾ സ്വീകരിക്കേണ്ടി വരും എന്ന്. അതുകൊണ്ടാണ് ഡോക്ടർ TM തോമസ് ഐസക്കിന് പറയേണ്ടി വരുന്നത് വർഗീയത ചാപ്പകുത്തി ഇന്ന വോട്ടുകൾ വേണ്ട എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന്. അതുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് ഇവരുടെ സ്ഥാനാർത്ഥി പിൻവലിക്കാൻ വേണ്ടി ലീഗ് നേതാക്കൾക്ക് ഇടപെടേണ്ടി വരുന്നത്. ആ സാഹചര്യത്തെ മാറ്റണമെങ്കിൽ അതിനെ ഈ പറഞ്ഞതുപോലെ അവരുടെ വിസിബിലിറ്റിയാണ് അവർ ശ്രമിക്കുന്നത്, അവരെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.